ഹായ് സുഹൃത്തുക്കളെ, എന്തെങ്കിലും നോക്കുന്നേ രാവിലെ തന്നെ കണ്ടില്ലേ? ഇതാണ് ഒരു ക്രൈസ് എന്ന് പറയുന്നത്. സംഭവം കോഴിമുട്ടയാണ് കേട്ടോ. മലയാളി കസ്റ്റമറായ മൈസൂരിൽ താമസിക്കുന്ന ഒരു കസ്റ്റമറാണ്. അപ്പോൾ ആ പുള്ളി എന്നോട് ഒരു മാസമായി കുറച്ചൊരു 50 മുട്ട വേണം, നാടൻ കോഴിയുടെ അതുപോലെ പുള്ളിക്കോഴിയുടെ ഒക്കെ കൂടി മിക്സ് ആയിട്ട് എടുത്തോ, എന്താ വേണ്ടിച്ചിട്ട് നോക്കാം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പുള്ളിയുടെ കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ നമ്മളും അതേപോലെ എന്ത് ചെയ്തു, കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് പാക്കിങ് കാർട്ടൂണൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിട്ട് നിങ്ങൾക്കും ഇതേപോലെ കാണിക്കാമെന്ന് വെച്ചപ്പോൾ പല ആൾക്കാർക്കും പല ക്രൈസാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം. ഓരോ ആൾക്കാർക്ക് ഓരോ ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, മുട്ട പാക്ക് ചെയ്യാനുള്ള സെറ്റപ്പാണ് കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് എഗ്ഗ് അവിടെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ നല്ല അടിപൊളി ബോക്സ് തെർമാക്കോളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടാണ്. അതേപോലെ ഓരോ എഗ്ഗും നമ്മൾ കടലാസിൽ പൊതിഞ്ഞ് ആക്രിപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യണത്. അപ്പോൾ ഒരു കുഴപ്പമില്ല എന്നുള്ളത് ഞാനും പുള്ളിക്ക് കൊടുത്തു. പുള്ളിക്കും കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ പിന്നെ ധൈര്യമായിട്ട് നമുക്ക് പാക്ക് ചെയ്യാൻ തുടങ്ങിയല്ലോ. ഓക്കെ, അപ്പോൾ കുറച്ച് മഴയൊക്കെ പുറത്തുതന്നെ. അപ്പോൾ ആക്രിപ്പൊടി കുറച്ച് നനഞ്ഞിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ സേഫായിട്ട് എത്തണം. മുട്ട ചൂടാണെങ്കിലാണ് പ്രശ്നം. നമ്മൾ തണുപ്പ് കാലമാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, ചൂടാവുമ്പോഴാണ് മുട്ട പെട്ടെന്ന് നാശവും. ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ചൂട് ഹ്യൂമിഡിറ്റിയുടെ ഇതുകൊണ്ട് നാശാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തണുപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഡെലിവറി ചെയ്യണം. അപ്പോൾ പാക്കിങ് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തു. സ്പേസും കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കി കറക്റ്റ് 50 എണ്ണം കൊള്ളുന്ന ഒരു ബോക്സ് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പ്രോപ്പറായി പാക്ക് ചെയ്ത് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ. ഇതേപോലെ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലൊക്കെ ചെയ്തിട്ട് ആവശ്യക്കാരായ ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുക. ഇതൊക്കെ ഞാൻ പാക്ക് ചെയ്യണമെങ്കിൽ 2 മണിക്കൂറാണ്ട് സമയമെടുത്തു. പക്ഷേ നമ്മൾ അതൊന്നല്ല നോക്കേണ്ടത്, ആവശ്യക്കാർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും വരാം പുതിയ വീഡിയോയുമായി. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.